ഇന്ന് നമ്മളിൽ പലരും വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നവരാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളും. ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാന കാരണം സൺലൈറ്റ് എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടാണ്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി നമുക്ക് ലഭ്യമാകുന്നത്. ഒരു വൈറ്റമിൻ എന്നതിലുപരി നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും തുടങ്ങിയ മിനറൽസിന്റെ അളവുകൾ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ പോലെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും നമ്മുടെ സെൽ ഗ്രോത്തിനെയും സഹായകമാകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ അഭാവം കാരണം പല അസുഖങ്ങളും നമുക്കുണ്ടാകാം. തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻ, ജലദോഷം, തുമ്മൽ തുടങ്ങിയതും, അതുപോലെ ചെറിയ വീഴ്ചകളിൽ തന്നെ എല്ല് പൊട്ടലും ശരീരം ആസകലം വേദനയാകലും തുടങ്ങിയതൊക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞത് കൊണ്ടാകാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. വൈറ്റമിൻ ഡി നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 20 mg/dl ആണ്. അതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് അപകടകരമായ ഒരു അളവിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള സപ്ലിമെന്റ്സ് സ്വീകരിക്കുകയാണ് അതിനുള്ള ഏറ്റവും നല്ല വഴി. കേവലം ഭക്ഷണശൈലി മാറ്റൽ കൊണ്ടോ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് അല്ലാത്ത സൺലൈറ്റ് കൊള്ളൽ കൊണ്ടോ മാത്രം വൈറ്റമിൻ ഡി കുറഞ്ഞ ഒരാളിൽ അത് കൂട്ടിയെടുക്കാൻ സാധിക്കില്ല.